പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അച്ഛന്മാരുടെ വാർഷിക ധ്യാനം ഇന്നലെ വൈകിട്ട് ആരംഭിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുമല്ലോ. ഇന്ന് നാം ധ്യാനിക്കുന്നത് യോനാ പ്രവചനം 1:9. ഇവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. അവൻ പറഞ്ഞു, ഞാനൊരു ഹെബ്രായനാണ്, കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അത് നമുക്കറിയാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യോനാ പ്രവാചകനെ കപ്പലുള്ളവർ പിടിക്കുകയാണെന്ന്, ഈ കാരണമാണ് ഞങ്ങൾ നശിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ യോന വെളിപ്പെടുത്തുകയാണ്, ഞാൻ ഒരു ഹെബ്രായനാണ്, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഹെബ്രായനാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യം ചിലപ്പോഴൊക്കെ നമ്മളോടും ചോദിക്കാറില്ലേ? അതായത് നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ക്രിസ്തു ശിഷ്യനാണെന്ന് പറയുന്നതിൽ ലജ്ജിച്ച നിമിഷങ്ങൾ, ഞാനൊരു കാത്തലിക്കാണെന്ന് പറയുന്നതിൽ ഒരു അപകർഷതയോടുകൂടിയൊക്കെ പറഞ്ഞ നിമിഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ഏറ്റുപറയുന്നതിൽ നമ്മൾ കാണിച്ച ആ ഒരു ശുഷ്കാന്തി കുറവ്, പ്രിയ സഹോദരങ്ങളെ, അത് നമ്മുടെ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നതാണ്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ എന്ത് തന്നെ ചെയ്താലും ഒരു മേൽഗതി ഇല്ലാത്ത അവസ്ഥയൊക്കെ പറഞ്ഞു വരുമ്പോൾ ശരിക്കും യേശു ക്രിസ്തുവിൻ്റെ യൂണീക്ക്നെസ്, ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ മകളാണ് എന്നൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകുമ്പോൾ പറയായിരുന്നു, അച്ഛാ അങ്ങനെ യേശുവിനെ കുറിച്ച് പറയാനൊന്നും എനിക്കിഷ്ടമില്ല, ഞാനൊരു സഭയുടെ മകനാണെന്ന് പറയുന്നതിൽ എനിക്കിഷ്ടമില്ല, അതൊന്നും എനിക്കിഷ്ടം, ഞാനൊരു ഇന്ത്യനാണ്, പിന്നെ ഒരു സെക്കുലർ രീതിയിലൊക്കെ ചിന്തിക്കുക, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ജീവിക്കുന്ന ദൈവത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതം, അത് ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ അതിനോടൊക്കെ ഒരു താല്പര്യക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അച്ഛാ, ജീവിക്കുന്ന ദൈവത്തെ സാക്ഷ്യം പറയാനായിട്ട്, ഞാൻ കർത്താവിനെ സാക്ഷ്യം നൽകാനായിട്ട് നൽകുന്ന അവസരങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് അനേകം സത്യക്രിസ്ത്യാനികൾ പങ്കുവെച്ചത് വേദനയോടെയാണ് എങ്കിലും ഞാൻ ഓർക്കുകയാണ്. ഈ സമയത്താണ് സഹോദരങ്ങളെ, യോന പറയുകയാണ്, ഞാനൊരു ഹെബ്രായനാണ്, കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ യേശു കർത്താവിനെ ആരാധിക്കുന്ന ഒരു മകനാണ്, ഞാൻ യേശു കർത്താവിനെ ആരാധിക്കുന്ന സഭയുടെ ഒരു മകനാണ്, മകളാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവമേ ഞങ്ങളെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ആരുടെ മുൻപിലും ഞാൻ യേശു കർത്താവിൻ്റെ മകനാണ്, ഞാൻ യേശു കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട മകളാണെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു അഭിഷേകം കർത്താവേ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.